നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് റിവിഷൻ ക്ലാസ്സാണ്. ദുറൂസുൽ ഇഹ്സാനിലെ 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 1ാമത്തെ പാഠമാണ്. ബന്ധുക്കളെ എനിക്കിഷ്ടമാണെന്നുള്ള പാഠമാണ്. ഇതിൽ മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യസിൽ റഹിമഹു എന്നുള്ള ഹദീസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ, അപ്പോൾ കുടുംബമൊന്നും ചേർക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ സാരം. ഓക്കെ, പരീക്ഷയ്ക്ക് അർത്ഥം എഴുതാൻ വരാറുണ്ട്. പിന്നെ ഇനി ഉത്തരം എഴുതാനുള്ളതാണ്. കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 എഴുതാനാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. 1 റിസ്ക് വിശാലമാവും, 2ാമത്തേത് ആയുസ് കൂടും, 3 സ്വർഗ്ഗത്തിൽ കടക്കാൻ കാരണമാകും, 4ാമത്തേത് നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഓക്കെ, പിന്നെ കുടുംബബന്ധം പുലർത്തിയതിനുള്ള മാതൃകകളിൽ 4 അഥവാ കുടുംബബന്ധം പുലർത്താനുള്ള മാതൃകകൾ ഉണ്ടാവില്ലോ. ഇതിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടെന്നാണ് കുടുംബക്കാരെ സൽക്കരിക്കുക, ഭക്ഷണം കൊടുക്കുക, അവർക്ക് സദക്ക കൊടുക്കുക. ഓക്കെ, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുടുംബക്കാർ വന്ന് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക, ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. പിന്നെ ആരാണ് കുടുംബക്കാരെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉമ്മയുടെയോ രക്തബന്ധമുള്ള ആളുകൾ. അതിന് എത്ര അങ്ങോട്ട് പോയാലും, അതിന് എത്ര താഴ്ന്നവരാണെങ്കിലും എത്ര അടുത്ത ബന്ധക്കാരാണെങ്കിലും ഒക്കെ അവരൊക്കെ കുടുംബക്കാരാണ്. ചില ഏറ്റവും ഈ വേരിൽ പൊന്തിയ ആളുകളുണ്ടാവും, പക്ഷേ അവരൊക്കെ എന്താണ് നമ്മൾ കുടുംബമായിട്ട് പരിഗണിക്കേണ്ട ആളുകളാണ്. ഓക്കെ, പാഠത്തിൽ ഇത്രയേ ഉള്ളൂ. കുടുംബബന്ധമായിട്ട് ബന്ധപ്പെട്ട പാഠമാണ്. കാര്യമായിട്ട് ഹദീസ് നോക്കുക, അതേപോലെ പാഠത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കട്ടോ. അടുത്തത് അയൽവാസികളെ കുറിച്ചിട്ടുള്ള പാഠമാണ്. അയൽവാസികൾ എന്ന് പറയുമ്പോൾ ആരാണ് അയൽവാസി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിച്ചു വെക്കണം. അതേപോലെ അയൽവാസികളെ കുറിച്ചിട്ട് പറഞ്ഞൊരു ഹദീസുണ്ട്, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായുൻ ഇലാ ജംബിഹി എന്നാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ ഭക്ഷിക്കുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. ഓക്കെ, ഒരുപാട് തെളിവുകളുണ്ട് കേട്ടോ അതിന്. ഹദീസുകളുമായി ബന്ധപ്പെട്ട് അയൽവാസികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആരാണ് അയൽവാസി എന്നാണ്. നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള 40 വീട്ടുകാരാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത്. വീടുകളിലുള്ളവരാണ് 40 കേട്ടോ കണക്ക്. നമ്മുടെ വീട് മുതൽ 40 വീട് വരെയുള്ള ആളുകളാണ് അയൽവാസികൾ. അത് അങ്ങോട്ടുള്ളത് അയൽവാസികളാണ്, പക്ഷേ ഏറ്റവും അടുത്ത അയൽവാസികൾ എന്ന് പറയുന്നത് ഇവരാണ്. അയൽവാസികളോട് നമ്മൾ കാണിക്കേണ്ട കടമകളിൽ ഒരു 4 എല്ലാത്തിലും 3 4 പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് 3 എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ മിനിമം 2 എഴുതാനുണ്ടാവും. അവർക്ക് പിന്നെ അവരെ വേദനിപ്പിക്കാതിരിക്കുക, പിന്നെ അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പുറത്തു കൊടുക്കുക, ക്ഷമിക്കുക. എല്ലാ കേസിലും നമ്മൾ ആവുന്ന കേസിൽ ചെയ്ത് കൊടുക്കുക. അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, നന്മ ചെയ്യുക, വീഡിയോ പോകാനൊക്കെ പറഞ്ഞാൽ പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം പറയുന്നുണ്ട്. അത് നിങ്ങൾ പാഠപുസ്തകത്തിൽ മറിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ആ ജൂതനായ അയൽവാസി വീട് വിൽക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പാഠത്തിൽ നോക്കട്ടോ. പിന്നെ വീടിന് 1000 നാണയമാണ് വില എന്നും 2000 അധികമാണെന്നും കച്ചവടക്കാർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വീടിൻ്റെ വില 1000 നാണയമാണ്. എന്നാൽ 1000 നാണയം എന്തിനു വേണ്ടിയിട്ട് വാങ്ങിയതാണ്? അയൽവാസിൻ്റെ അയൽപക്കത്തുള്ള ആളുടെ വിലയാണ്. അത്രമേൽ പിന്നെ ഈ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു തൻ്റെ അയൽവാസികളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഓക്കെ, പിന്നെ ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായുൻ ഇലാ ജംബിഹി എന്ന് പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളത് നബി വചനമാണ്. അടുത്തത് വിരുന്നൂട്ടൽ എന്നുള്ള പാഠമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂലിയുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും